വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 2ലെ അക്കൗണ്ടൻസിയിലെ സെക്കൻഡ് മൊഡ്യൂളായ ബ്രാഞ്ച് അക്കൗണ്ട്സ് ആണ്. തന്നെ എന്താണ് ബ്രാഞ്ചസ് നോക്കാം. എന്താണ് ബ്രാഞ്ച്? ബ്രാഞ്ചസ് ആർ ഓഫ്സ്പ്രിങ്സ് ഓർഗനൈസേഷൻ സെറ്റ് അപ്പ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ബൈ എ പാരലൽ ഓർഗനൈസേഷൻ നോൺ ആസ് ദ ഹെഡ് ഓഫീസ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇറ്റ്സ് സെയിൽസ് ടെറിട്ടറി ആൻഡ് സെയിൽസ് വോളിയം. ബ്രാഞ്ച് എന്താണ്? ദേ ആർ ഓഫ്സ്പ്രിങ് ഓർഗനൈസേഷൻ. പാരൻ്റൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യുന്ന ഓരോ ഡിഫറെൻറ്റ് പ്ലേസിൽ സെറ്റപ്പ് ചെയ്യുന്ന ഓഫ്സ്പ്രിങ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ് ഈ ബ്രാഞ്ചസ് എന്നത്. പാരൻ്റൽ ഓർഗനൈസേഷൻ നമ്മൾ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ് ഇവർ ബ്രാഞ്ചസ് തുടങ്ങുന്നത്? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ഇറ്റ്സ് സെയിൽസ് ടെറിട്ടറി. സെയിൽസ് നമ്മൾ ഈ ഗുഡ്സ് വിൽക്കുന്നതിൻ്റെ ആ ടെറിട്ടറി ഏരിയ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ സെയിൽസ് വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ഗുഡ്സ് വൈഡ്ലി അവൈലബിൾ ആവാൻ വേണ്ടി, എല്ലാ ഏരിയയിലും അവൈലബിൾ ആവാൻ വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ സെയിൽസിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബ്രാഞ്ചസ് ഉണ്ടാക്കുന്നത്. ഈ ബ്രാഞ്ചസിലെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഡെറ്റർ സിസ്റ്റമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഡെറ്റർ സിസ്റ്റത്തിൽ വരുന്ന മെയിൻ അക്കൗണ്ടാണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്നത്. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ബ്രാഞ്ച് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഏതാണ്ട് ഐറ്റംസ് ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മുടെ ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് എമൗണ്ടേക്ക് നമ്മളിവിടെ ആദ്യം എഴുതുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക്. അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്നുണ്ടെങ്കിൽ അതും ബ്രാഞ്ച് പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസും കാണിക്കാം. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നത് ഇവിടെ എഴുതാം. ഇവിടെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ബ്രാഞ്ചിലേക്ക് വന്ന ഗുഡ്സ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെബിറ്റ് സൈഡിലേതും അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കാറുണ്ട്. ഡെബിറ്റ് സൈഡിൽ എന്ന് വെച്ചാൽ ബ്രാഞ്ചിലേക്ക് വരുന്ന ഗുഡ്സിനാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്നത് ഇവിടെ കാണിക്കുന്ന എമൗണ്ട്. ഇതേപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് കാണിക്കും. എന്നാൽ ഈ എമൗണ്ട് എന്നത് നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് പോകുന്ന ഗുഡ്സിൻ്റെ കണക്കാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. അപ്പോൾ അത് മറക്കാണ്ട് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ എക്സ്പെൻസുകളെയാണ്. അവിടെ ബാങ്കിൽ നിന്ന് എഴുതി നമ്മൾ എല്ലാ എക്സ്പെൻസും ആഡ് ചെയ്തിട്ടേക്ക് നമ്മൾ ടോട്ടൽ കോളത്തിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ ബാങ്കിൽ മെയിൻ വരാറുള്ള സാധനങ്ങൾ സാലറി, റെൻറ്റ്, പെറ്റി ക്യാഷ്, എക്സ്പെൻസസ്. ഈ 3 ഐറ്റംസ് എല്ലാം മിക്ക ക്വസ്റ്റ്യൻസിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് 3 ആഡ് ചെയ്യുക. ഈ എക്സ്പെൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ടോട്ടൽ കോളത്തിൽ കാണിക്കേണ്ടത്. ഇനി ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ് നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ മെയിൻ വരുന്നത് നമ്മുടെ ക്യാഷ് സെയിൽസ് ആണ്. നമ്മൾ ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ ഒരിക്കലും ക്രെഡിറ്റ് സെയിൽസ് കാണിക്കുന്നല്ല, ഓൺലി ക്യാഷ് സെയിൽസ്. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് ടോട്ടൽ സെയിൽസ് ഉണ്ടാവുക. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ സെയിലും ചിലപ്പോൾ ക്രെഡിറ്റ്സിൽ നിന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിലിൽ നിന്ന് ക്രെഡിറ്റ് സെയിൽ കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് ക്യാഷ് സെയിൽസ് എന്നത്. ക്യാഷ് സെയിൽസ് മാത്രം നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ ബ്രാഞ്ച് സ്റ്റോക്കിലെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കണം. അതുപോലെ തന്നെ പെറ്റി ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് കാണിക്കണം. ഇത്രയും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ബാലൻസ് നമ്മൾ ഇവിടെ എഴുതണം. P&L അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ബാലൻസ് കാണിക്കണം. ഇതാണ് ഈ ഒരു ഡെറ്റ് സിസ്റ്റത്തിൽ വരുന്ന മെയിൻ അക്കൗണ്ട്, അതാണ് ബ്രാഞ്ച് അക്കൗണ്ട്. നമുക്കിനി ഈ ഒരു മെത്തേഡ് വെച്ച് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്ന ഐറ്റംസ് ഇതൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നിട്ടുള്ളത് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1/4/2014 എത്രയാണ്? 18,000. പെറ്റി ക്യാഷ് ബാലൻസ് ഓൺ 1/4/2014 30 rupees. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിംഗ് ദ ഇയർ 2014-15 80,000. റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ സാലറി 3,000, റെൻറ്റ് 4,000, പെറ്റി ക്യാഷ് 170, ടോട്ടൽ 7,170. ക്യാഷ് റെമിറ്റൻസ് ബൈ branch cash sales 1,30,000. stock at branch on 31st/3/2015 21,000. petty cash balance on 31st/3/2015 40. give journal entries and important ledger account in the book of the head office. ഇവിടെ നമ്മളോട് ജേർണൽ എൻട്രീസ് കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരത്തെ പഠിച്ച പോലെ ആദ്യം തന്നെ നമുക്ക് ആ ലെഡ്ജർ അക്കൗണ്ട് ആദ്യം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫോർമാറ്റ് പഠിച്ചപ്പോൾ നമ്മൾ ഏതൊക്കെ ഐറ്റംസാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഐറ്റംസാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഇനി നമുക്ക് അതോർന്ന് ചെയ്ത് നോക്കാം. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ 1/4/2014 എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്. സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും നമ്മൾ എവിടെ ചെയ്യുള്ളൂ? ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതുക. പെറ്റി ക്യാഷ് ബാലൻസ് ഓൺ 1/4/2014 പെറ്റി ക്യാഷിൻ്റെ അതിൻ്റെയും ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിൽ തന്നെയാണ്. ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണ്.
നെക്സ്റ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിങ് ദി ഇയർ 2014-15. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഇവിടെ അത് നമ്മുടെ ബ്രാഞ്ച് അങ്ങോട്ട് കൊടുത്താണോ അത് നമ്മുടെ ബ്രാഞ്ചിലേക്ക് വന്നതാണോ എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് ഡെബിറ്റ് മാത്രം ചെയ്താൽ മതി, അത് ഡെബിറ്റ് ചെയ്തേക്കാം. ഇനി റെമിറ്റൻസ് ടു ബ്രാഞ്ച്. റെമിറ്റൻസ് ടു ബ്രാഞ്ച് എന്താണ്? എക്സ്പെൻസ് ആണ്, ബ്രാഞ്ചിൽ വരുന്ന എക്സ്പെൻസ് ആണ്. അതൊക്കെ എന്താണ്? സാലറി, റെൻറ്റ്, പെറ്റി ക്യാഷ് എക്സ്പെൻസ്. ടോട്ടൽ എത്രയാണ്? 7170. ഇത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇനി ക്യാഷ് റെമിറ്റൻസ് ബൈ ബ്രാഞ്ച്. ക്യാഷ് സെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ക്രെഡിറ്റ് ചെയ്യണം. നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്കിലെ ബാലൻസ് ആണ്. സ്റ്റോക്ക് ബാലൻസ് എത്രയാണ്? 21,000, അതും ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പെറ്റി ക്യാഷിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വരച്ചേക്കണം നോക്കാം. അങ്ങനെ തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഏതാ? ഫോർ ദി ഇയർ എൻഡഡ് 31st March 2015. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രാഞ്ച് സ്റ്റോക്ക് എഴുതി 18,000, ബ്രാഞ്ച് പെറ്റി ക്യാഷും അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി 30, പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 80,000 എഴുതി. പിന്നെ നമുക്ക് വരുന്ന എക്സ്പെൻസ് എല്ലാം എഴുതി 7,170. നെക്സ്റ്റ് ഇവിടെ വന്ന ക്യാഷ് സെയിൽസ് ഇതാണ്. എത്രയാണ്? 1,30,000. ദെൻ ബ്രാഞ്ച് സ്റ്റോക്ക് 21,000, പെറ്റി ക്യാഷ് 40. നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 1,51,040. ഇനി നമ്മൾ ബാലൻസ് ചെയ്താൽ ബാലൻസ് ഇവിടെ വരുന്നത് നമ്മൾ എങ്ങോട്ട് ബ്രാഞ്ച് അക്കൗണ്ടിലെ ബാലൻസ് നമ്മൾ മാറ്റേണ്ടത് P&L അക്കൗണ്ടിലേക്കാണ്. ബാലൻസ് P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എത്രയാണ്? 45,840. ഇങ്ങനെയാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കിനി ഈ ഒരു ഇത് വെച്ച് ലെഡ്ജർ വെച്ച് നമുക്ക് എന്ത് ചെയ്താം? നമുക്ക് ഇതിൻ്റെ ജേർണൽ പ്രിപ്പയർ ചെയ്യാം. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ജേർണൽ എഴുതണം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയത് ഏതാണ്? ബ്രാഞ്ച് അക്കൗണ്ട്, ഒരു ലെഡ്ജർ ഉണ്ടാക്കി ബ്രാഞ്ച് അക്കൗണ്ട് എന്ന ലെഡ്ജർ നമ്മൾ പ്രിപ്പയർ ചെയ്തു. നമുക്ക് ഇതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെ നോക്കാം. ഇവിടെ ഫസ്റ്റ് ആയിട്ട് ഇതാണ് ബ്രാഞ്ച് സ്റ്റോക്ക് ടു ബ്രാഞ്ച് സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെ എഴുതണം? തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്നിട്ട് 18,000 എമൗണ്ട് എഴുതാം. നോക്ക്, ഫസ്റ്റ് നോക്ക്, തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് 18,000 കാണിക്കണം. ഇനി നമുക്ക് ഇതിലൊരു കാണിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജേർണൽ ഒന്നിച്ച് ചെയ്തേക്കാണ്. പെറ്റി ക്യാഷിൻ്റെയും ബ്രാഞ്ച് സ്റ്റോക്ക് രണ്ടും കൂടി ഒന്നിച്ച് തന്നെ ബ്രാഞ്ച് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ജേർണൽ എൻട്രി കാണിക്കാം. ഇങ്ങനെ തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് ചെയ്താൽ 18,000 80,000. അതുപോലെ നെക്സ്റ്റ് എഴുതുമ്പോൾ തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് പെറ്റി ക്യാഷിന് എഴുതി 30 rupees എന്ന് പറഞ്ഞാൽ കാണിക്കാം. അപ്പോൾ അതാണ് ഫസ്റ്റ് ജേർണൽ എൻട്രി. ഇനി സെക്കൻഡ് എന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതാണ് സെക്കൻഡ് ജേർണൽ എൻട്രി വരുന്നത് 80,000 rupees. നെക്സ്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പോൾ എന്താണ്? തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ് അക്കൗണ്ട് നിധി. ഒന്നില്ലെങ്കിൽ ഇത് എഴുതാം, അല്ലെങ്കിൽ തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സാലറി, ടു റെൻറ്റ്, ടു പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ കാണിക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇവിടെ നമുക്ക് എന്താണ്? ഇവിടെ നേരെ എക്സ്പെൻസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കാണിച്ചേക്കാണ്. തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എമൗണ്ടിൽ കാണിച്ചേക്കാണ് 7,170 എന്ന് പറഞ്ഞിട്ട് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ജേർണൽ എൻട്രി വന്നിട്ടുള്ളത് ബൈ എന്താണ്? ക്യാഷ് സെയിൽസ് ആണ്. ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് സെയിൽസ് കാണിച്ചേക്കണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട്. നെക്സ്റ്റ് ബ്രാഞ്ച് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ ഇങ്ങനെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട്. പെറ്റി ക്യാഷ് എങ്കിൽ പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു തിരൂർ ബ്രാഞ്ച് അക്കൗണ്ട്. നമുക്ക് ഈ ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് നൈസായിട്ട് സുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ ജേർണൽ എഴുതാൻ സാധിക്കും. ഈ ഒരു മെത്തേഡിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുണ്ട് 11,000, പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്നുണ്ട് 300, ഫർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്നുണ്ട് 6,000, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,40,000, സെൻഡ് ടു ബ്രാഞ്ച് ബൈ ചെക്ക് ഫോർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 13,500 എന്നുണ്ട്. ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് 3,000, ഫർണിച്ചർ പർച്ചേസ് ഫോർ ബ്രാഞ്ച് ഓൺ 1st July ഈസ് 8,000, ക്യാഷ് സെയിൽസ് 1,75,000, സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ക്ലോസിംഗ് സ്റ്റോക്ക് 17,000. Petty cash is maintained under Impress system. Depreciation is charged on furniture at 20% per annum. ഇത്രയും കാര്യം തന്നിട്ടുള്ളത്. നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അന്ന് തന്നെ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് എടുത്തതാ. ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ചെയ്താൽ 11,000, പിന്നെ ബ്രാഞ്ച് പെറ്റി ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ചെയ്താൽ 300, അതുപോലെ തന്നെ എന്താണ് ബ്രാഞ്ച് ഫർണിച്ചറിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്ര 6,000. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ എഴുതാം. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അഡീഷണൽ ആയിട്ട് പിന്നെയും
ഫർണിച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഫർണിച്ചർ പർച്ചേസ് ഫോർ ബ്രാഞ്ച് 8,000 ഫർണിച്ചർ പിന്നെയും ബ്രോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണിക്കുക. പിന്നെന്താണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് 1,04,000 ഉണ്ട്, അത് എഴുതുക. അതുപോലെ അടുത്ത് എന്താണ് നമ്മളുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ എഴുതുക. 30,500 ഇവിടെ കാണിക്കുക. ഇത്രയും കാര്യങ്ങളുള്ളൂ ഇവിടെ. ഇനി ഈ സൈഡിൽ എന്താണ് ഇവിടെ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 2 ടൈപ്പ് ഉണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് നമ്മുടെ ബ്രാഞ്ചിലേക്ക് ആ ഗുഡ്സ് പോകണമെങ്കിൽ അവിടെ ഡെബിറ്റ് ചെയ്യുക. നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് വേറെ ബ്രാഞ്ചിലേക്ക് ആ ഗുഡ്സ് പോകണമെങ്കിൽ അതും ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് തന്നെയാണ്. അത് അപ്പോൾ എന്താണ് 3,000 കാണിക്കാം. ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് 3,000. അങ്ങനെ ഗുഡ്സ് റിട്ടേൺ ചെയ്യുക. നമ്മുടെ ബ്രാഞ്ചിലേക്ക് വന്ന ഗുഡ്സിനെ വേറെ ബ്രാഞ്ചിൽ റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ അവിടെ 3,000 കാണിക്കുക. പിന്നെന്താണ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഫോർ ബ്രാഞ്ച്, അത് കഴിഞ്ഞു നമ്മുടെ. ഇനി ക്യാഷ് സെയിൽസ് ഉള്ളത്. ക്യാഷ് സെയിൽസ് എത്രയാണ് 1,75,000 എഴുതാം. ഇനി നമ്മൾ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്കാണ് എഴുതേണ്ടത്. ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തുണ്ട്, ബ്രാഞ്ചിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്തുണ്ട് എത്ര 17,000 എന്ന് നമ്മൾ ആദ്യം എഴുതാം. ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എഴുതി 17,000 എന്ന്. എന്നാൽ ഇവിടെ തന്നിട്ടുണ്ട് പെറ്റി ക്യാഷ് ഈസ് മെയിൻറ്റെയിൻ അണ്ടർ ഇംപ്രസ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ് പെറ്റി ക്യാഷിൻ്റെ ഈ ഇംപ്രസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും സെയിം വാല്യൂ തന്നെയായിരിക്കും. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് 300 ആണ്. ആ 300 തന്നെയായിരിക്കും ഇതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്കിവിടെ പെറ്റി ക്യാഷ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല. ആകെ പറഞ്ഞിട്ട് എന്താണ് പെറ്റി ക്യാഷ് ഈസ് മെയിൻറ്റെയിൻ അണ്ടർ ഇംപ്രസ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും സെയിം തന്നെയായിരിക്കും എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ പെറ്റി ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് എത്ര 300 കാണിക്കാം. ഇനി നമുക്കറിയേണ്ടത് ഫർണിച്ചറിൻ്റെ കാര്യമാണ്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫർണിച്ചർ തന്നിട്ടുണ്ട്, പക്ഷേ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടിട്ടില്ല. നമുക്കിവിടെ അത് കണ്ടുപിടിക്കണം. എങ്ങനെ നമുക്ക് ഫർണിച്ചർ കണ്ടുപിടിക്കാൻ സാധിക്കും? എന്താ വേണ്ടത്, ഇവിടെ ഫർണിച്ചറിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് ഫർണിച്ചർ ആദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് 6,000 എന്ന്, പിന്നെ ഒരു അഡീഷണൽ ഫർണിച്ചർ വാങ്ങിച്ചു 8,000. പിന്നെ ഇവിടെ ഡിപ്രിസിയേഷൻ കാണിച്ചിട്ടുണ്ട് 20%. അപ്പോൾ ഈ 20% നമ്മൾ അന്ന് തന്നെ ഫസ്റ്റ് വാങ്ങിച്ച ഫർണിച്ചർ 6,000 കാണണം. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഈ ഫർണിച്ചറിൽ ഡിപ്രിസിയേഷൻ കാണണം, സെപ്പറേറ്റ് തന്നെ കാണണം, കാരണം ഡേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് 6,000 കാണാം. ഇത് 1-ാം തീയതി വാങ്ങിച്ചതാണ്. അപ്പോൾ എന്താ മതി 6,000 ഇൻറ്റു വർഷം സ്റ്റാർട്ടിങ് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ 6,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജാണ് ഡിപ്രിസിയേഷൻ 20/100. 6,000 ഇൻറ്റു 20/100 അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് കിട്ടുന്നത് എത്ര എമൗണ്ട് നമുക്ക് നോക്കാം. 1,200 നമുക്ക് കിട്ടുന്നത്. 1,200 കിട്ടും നമുക്ക്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഡിപ്രിസിയേഷൻ ഓൺ 8,000 നമുക്കിവിടെ തന്നിട്ടുണ്ട്. 8,000 തന്നിട്ടുണ്ട്. ഇവിടെ ഈ 8,000 ഡിപ്രിസിയേഷൻ കാണും. ഇവിടെ 8,000 വാങ്ങിച്ചത് ജൂലൈയിലാണ്, 6 months ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ 8,000 ഇൻറ്റു 20/100 ഇൻറ്റു 6/12 വേണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 800 എന്നത്. അങ്ങനെ നമുക്ക് കിട്ടിയ ഡിപ്രിസിയേഷൻ 1,200 അതുപോലെ തന്നെ 800 ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? നമുക്ക് കിട്ടുന്നതാണ് 2,000. ഈ 2,000 എന്നത് ഡിപ്രിസിയേഷൻ്റെ വാല്യൂ ആണ്. ഈ 2,000 കിട്ടിയ നമുക്ക് അത് ഡിപ്രിസിയേഷൻ്റെ വാല്യൂ ആണ്. നമ്മുടെ ടോട്ടൽ ഫർണിച്ചർ എത്രയാണ് 6,000 + 8,000. അങ്ങനെ 6,000ഉം 8,000ഉം ആഡ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? നമ്മുടെ ഈ 2,000 കുറയ്ക്കണം. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആണ് എത്ര 12,000 എന്നത്. അപ്പോൾ നമ്മൾ അന്ന് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം വാങ്ങിച്ച ഫർണിച്ചറിൻ്റെ ഡിപ്രിസിയേഷൻ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് വാങ്ങിച്ച ഫർണിച്ചർ ഡിപ്രിസിയേഷൻ കാണാം. 6,000 ഇൻറ്റു 20/100 ചെയ്താൽ മതി, കാരണം ഇവിടെ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് വാങ്ങിച്ചാണ്. ഇവിടെ മന്ത്സ് ഗ്യാപ്പൊന്നും വന്നിട്ടില്ല. എന്നാൽ ഇവിടെ ആണെങ്കിൽ ജൂലൈ വർഷം പകുതി ആയപ്പോഴാണ് നമ്മൾ ഇവിടെ 8,000 ഗുഡ്സ് വാങ്ങിച്ചത്. അപ്പോൾ 6 months ഉള്ളൂ, അത് കാണിക്കാം. ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന ഡിപ്രിസിയേഷൻ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ ഫർണിച്ചറിന് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നത്, നമ്മുടെ ഫർണിച്ചറിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നത്. ഇതാണ് എന്നിട്ട് ഇത് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ബാലൻസ് നമ്മൾ എന്തൊക്കെ മാറ്റുക, P&L അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ സിസ്റ്റത്തിൽ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇനിയും വരുന്നതാണ്, കാരണം ഈ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്